ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സർവീസിനെയോ വാങ്ങാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് അഡ്വർടൈസിങ് ക്യാമ്പയിനുകളായിട്ട് വരാറുള്ളത്. ഈ അഡ്വർടൈസിങ് ക്യാമ്പയിൻസിന് പുറകിൽ അഡ്വർടൈസിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യാറുള്ളത്. ഇതിന് നിങ്ങൾക്ക് 12ാം ക്ലാസ്സിന് ശേഷം തന്നെ ഡയറക്റ്റ്ലി അഡ്വർടൈസിങ് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഏരിയകളിലേക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് PGക്ക് പോകുന്ന സമയത്ത് അഡ്വർടൈസിംഗ് എന്നുള്ള ഏരിയ മാത്രം എടുത്തിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പോവാം. ഇനി എനി ഡിഗ്രി എടുത്താലും നമുക്ക് PGക്ക് അഡ്വർടൈസിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ആമസോണിൻ്റെയൊക്കെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ അതിൽ നടക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു സാധനം അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലങ്ങും വിലങ്ങും എവിടെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അഡ്വർടൈസ്മെന്റ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ അഡ്വർടൈസ്മെന്റുകൾ നമ്മളെ ഇൻ കേസ് ഒരു സാധനം വാങ്ങാൻ നമുക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതിൽ പോയി നോക്കിയിട്ട് എങ്ങാനും വിലക്കുറവ് ഉണ്ടാവുമോ, എന്നാൽ പിന്നെ വാങ്ങിച്ച് വച്ചാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഇതാണ് ഈ അഡ്വർടൈസിങ്ങിന്റെ പരിപാടി. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.